ചിറ്റപ്പ ചെല്ലാമമ്മി സ്കൂളിൽ വന്ന ഒരു ലെറ്റർ തന്നു. ഇത് ആരും കാണാതെ ചിറ്റപ്പന്റെ കൈ തരാൻ പറഞ്ഞു. ഡാർലിങ്ങിന് ഞാൻ ഹോട്ടൽ അഭിരാമിയിൽ ഇല്ല 101 നമ്പർ റൂമിൽ കാത്തിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിർബന്ധമായും വരണം. ഒടു ചുമ്മനങ്ങളോടെ ചേട്ടന്റെ സ്വന്തം സ്റ്റെല്ല. എന്നെ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാവും. അരെ വാ, പ്രേമത്തിന്റെ പരിമളം മൊളിച്ചു വെച്ചാലും മൊളിച്ചിരിക്കില്ല. ചെല്ലക്കുട്ടിയുടെ കത്ത് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന്. ഇനി ഞാൻ സത്യം പറയട്ടെ, ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. ബാമേട്ടിന്റെ ഓർമ്മയ്ക്കായി ഇത് ഞാൻ എടുത്തോട്ടെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇത് പണിയിപ്പിച്ചാണ് നിനക്ക് വേണ്ടിട്ടല്ലേ. ഏത് വരലിടണ്ടേ? ഇത് ഇട്ടാ മതിയോ? നല്ല രസം. 22 ക്യാരറ്റ് ഇപ്പോഴാണ് 24 ക്യാരറ്റ് ആയത്. സ്റ്റെല്ല, ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അത് പാഴാക്കാൻ സമയമില്ല. കം ഓൺ, ഗെറ്റ് റെഡി. അയ്യോ, എന്റെ സ്റ്റെല്ലക്കുട്ടി, എന്നോട് ക്ഷമിക്കണം. കത്ത് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു 3 ഡബിൾ ലാർജ് അങ്ങ് അടിച്ചു. നിനക്കറിയാമോ, എന്റെ ചങ്കിനകത്ത് ഇപ്പോ ഒരാളാട്ട് ഉത്സവം നടക്കുന്നു. ഈ ദേവി ഞാൻ തച്ചു ഉടക്കുന്നു. ഇതണ്ട എന്റെ ഭാര്യയുടെ കല്യാണ സാരി. ഇനി ഇതിന്റെ അവകാശി എന്തു മണ്ടത്തരമായ ചെല്ലക്കുട്ടി കാണിച്ചത്. ഞാൻ ചെല്ലുമ്പോ കത്ത് മുറി താഴെ കിടക്കുന്നു. ഭാഗ്യത്തിന് എന്റെ കിട്ടിയത്. അയ്യോ, ആ കത്ത് എവിടെ? ദൈവമേ, അവളുടെ ലങ്ങാനം കിട്ടിയ എന്റെ 16 അടിയന്തരം നടക്കും. ഇങ്ങോട്ട് പോ. എന്തിനാണ് നീ എനിക്ക് കത്തെഴുതിയത്? എന്തിനാണെന്ന് കേട്ടില്ലേ? എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയെന്നു. നീ വിളിക്കുമ്പോ വാലാട്ടി പട്ടിയപ്പൽ പുറകെ വരുമെന്ന് വിചാരിച്ചോ? തേവിടിച്ചി, എന്റെ ഭാര്യയുടെ ചെരുപ്പ് നക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ? ഞാൻ ചേട്ടനല്ല എഴുതിയത്, വാമദേവൻ ചേട്ടനാ. വാമദേവനോ? അവനാര്? നിന്റെ ഭർത്താവോ? ദേ, മാനം മര്യാദ കഴിയുന്നവരുടെ കുടുംബം കറക്കാൻ നോക്കിയാൽ ചെരുക്കലടിച്ചാൽ പൊട്ടിക്കും. ആ, ഇത് എന്റെ കൈ കിട്ടി നന്നായി. അവന്മാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നിന്റെ മിച്ചം കാണുമായിരുന്നോ? അച്ഛനായിരിക്കും. ഒരു പരമ്പരയെ തന്നെ ഇവള് വളച്ചുള്ള എന്റെ ദൈവമേ. എന്താ? എന്തിനാ? എന്തിനാണെന്നോ? ഒരു പെണ്ണിന് 3 ആണുങ്ങളോ? ഇപ്പൊ അതൊന്നും ഒരു കൂടുതലല്ല സാർ. നടക്കുന്ന സ്റ്റേഷനിലേക്ക്. ഈ പെണ്ണെ സാർ, എനിക്ക് ജീപ്പ് എന്ത് കുറ്റം ചെയ്തിട്ടാ കോട്ടപ്പുറത്തെ പിള്ളേരെ അറസ്റ്റ് ചെയ്തത്? ഇവരെന്താ തെളിവ് പിള്ളേരാണെന്ന് വിചാരിച്ചു? ഭരതപ്പിള്ള മക്കളെ ചൊൽപ്പടിക്ക് തന്നെയാ വളർത്തിയത്. സ്റ്റേഷനിൽ കയറി വന്നിട്ട് വായിട്ടലച്ച തന്റെ കൂമ്പിടിച്ച് കലക്കും ഞാൻ. ചൊൽപ്പടിക്ക് വളർത്തിയ മക്കൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. കൂട്ടിക്കൊണ്ട് വാടോ അവളെ. അയ്യോ, ഇത് നമ്മുടെ വേലക്കാരിയല്ലേ? ഇവളെന്താ ഈ കോലത്തില്? വേലക്കാരിയും തന്റെ മക്കളും കൂടി കാട്ടിക്കൂട്ടിയ എന്താണെന്ന് അറിയണോ എനിക്ക്? പറഞ്ഞു കൊടുക്കണേ. നിർത്തണി നിന്റെ കള്ളക്കരച്ചില്. നടന്നത് എന്താണെന്ന് തുറന്നു പറയണം. പറയാൻ എന്താ അത്യാവശ്യ കാര്യം പറയാനതും പറഞ്ഞ് 3 പേര് എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. ഞാനത് വിശ്വസിച്ചു. അവിടെ വെച്ച് 3 പേരും മുറിയടച്ചെന്നെ. ഇല്ല സാറേ, ഇവള് കള്ളം പറയുക. എന്റെ മക്കൾ അങ്ങനൊന്നും ചെയ്യില്ല. മിണ്ടരുത്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ നോക്ക്. സംഗതി പുറത്തു പറയാതിരിക്കാൻ 3 പേരും കൂടി ഇവൾക്ക് സമ്മാനിച്ചതാ. അയ്യോ, ഇത് ചന്ദ്രയുടെ കല്യാണ സാരിയല്ലേ? വാമദേവന്റെ മോതിരം. എടാ പരമദ്രോഹി,
എന്തിനാടാ ഇത് മാത്രമാക്കിയത്? അവളുടെ കെട്ടുതാനും കൂടി അറുത്ത് കൊടുക്കുന്നതായിരുന്നോ നിനക്ക്? അച്ഛാ, അവള് പറയുന്നത് വിശ്വസിക്കരുത്. ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ പോയതും സാരി കൊടുത്തതും സത്യമാണ്. പക്ഷെ കുരുത്തം കെട്ടവരെ, കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടാ. സാറേ, ഇവർക്കൊരു അബദ്ധം പറ്റിപ്പോയി. പുറത്ത് 4 ആൾ അറിയുന്നതിന് മുമ്പ് നമുക്കിത് ഒതുക്കി തീർക്കാം. ഞാനൊരു 300 രൂപ തരാം. തോന്നിയാസം പറയുന്നു. ആരോടാ താൻ സംസാരിക്കുന്നു അറിയാമോ? മക്കളെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കോടതി ചെന്ന് പറഞ്ഞാൽ മതി. സോമ, 3 പിടിച്ച് ലോക്കപ്പിലിട്. അയ്യോ, എന്റെ മക്കളെ കൊണ്ടുപോകല്ലേ സാറേ, അതുങ്ങൾ പാവങ്ങളാ. ഒന്നിങ്ങ് വരണം. എന്താ? വരണം, പറയട്ടെ. അതെ, നക്കാപ്പിച്ച കൊടുത്താലൊന്നും ഒതുങ്ങുന്ന കേസല്ല ഇത്. കൂട്ടം ചേർന്ന് ബലാത്സംഗം, വകുപ്പിത്തിരി കട്ടിയാ. കുറഞ്ഞത് 7 വർഷമാ തടവ്. ശിക്ഷിച്ചാൽ പത്രത്തിൽ ഫോട്ടോ വരും. കുടുംബത്തിന്റെ മാനം പോവാൻ വേറെ വല്ലതും വേണോ? കേട്ടോടാ. ആളൊന്നിന് 10,000 രൂപ വെച്ച് നിങ്ങൾ ഒരു 30,000 തള്ളിയ ഇപ്പൊ ഇവിടെ തീരും കേസ്. എത്ര? 30,000? അത് ഞാൻ കുടുംബത്തിൽ നിന്ന് കൊടുക്കൂടെ? ആ, എന്നാ പിന്നെ മക്കൾ ഇരുമ്പഴി എണ്ണെന്ന് കാണാം. അച്ഛാ, അവര് ചോദിക്കുന്നത് കൊടുക്കച്ചാ. ഞങ്ങൾ അച്ഛന്റെ മക്കളല്ലേ അച്ഛാ. മീനാശിയുടെ മടത്തിൽ ഇതെങ്ങനെ അറിഞ്ഞ മാനം പോവച്ചാ? കൊടുക്കച്ചാ. അയ്യോ, നമ്മുടെ മക്കളല്ലേ, അവർക്ക് അറിയാതെ പറ്റിപ്പോയ തെറ്റല്ലേ, കൊടുത്തേക്ക്. നീ മിണ്ടിപ്പോരുത്. മക്കൾ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് വിലവേശാൻ ഇവർക്ക് തന്ത വേറെ ജനിക്കണം. താലികെട്ടിയ പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ കണ്ട തേമിടിശകളുമായി അടിഞ്ഞാടിയൊരു കപ്പം കൊടുക്കാൻ എന്റെ കള്ളപ്പണമൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. കോട്ടപ്പുറത്തെ തറവാട്ടിലെ ആൺസന്തതിയിൽ തലതെറിച്ചതാണെന്ന് നാട്ടുകാർ പറയും. അത്രേ ഉള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. അങ്ങനെ പറയരുത്. നമ്മുടെ മക്കള് വാടി ഇവിടെ. അയ്യോ, സാറേ, കിളവിന് ഇരട്ട കരള, ഒതുങ്ങുന്ന കേസല്ല, വിടുന്നതാ ബുദ്ധി. കേളവൻ പോണി പോട്ടടോ. സർക്കാർ ജീവനക്കാരല്ലേ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന വകുപ്പുണ്ട്. താൻ കണ്ടോ? തന്തയ്ക്ക് മക്കളെ വേണ്ടായിരിക്കും, പക്ഷെ ഭാര്യയും മക്കളെയും കാണണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് 1 മണിക്കൂറിനകം ഞാൻ പറഞ്ഞ തുക ഇവിടെ എത്തിക്കണം. സാർ, ഞങ്ങളുടെ പണമൊന്നുമില്ല. പണം ഞങ്ങൾ തരാം. കൊച്ചേട്ടൻ നമ്മുടെ കയ്യിൽ എവിടുന്ന പണം? അനിയ, അച്ഛന് നമ്മളെ വേണ്ടായിരിക്കും, പക്ഷേ നമ്മളൊന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതം വലുത്. പണം നമുക്ക് കുഞ്ഞമ്മാന്റെ മേടിക്കാം. കുഞ്ഞമ്മാവൻ. കുഞ്ഞമ്മാവൻ നമ്മുടെ കുഞ്ഞുമാമ. കുഞ്ഞുമാമ. അമ്മാവൻ ഫോൺ ചെയ്തോട്ടെ. ആ, വിളിക്ക്. IG രാമകൃഷ്ണൻ സ്പീക്കിംഗ്. അങ്കിൾ, ഇത് ഞാനാണ്, സഹദേവൻ. ഹലോ സഹദേവൻ, എന്താ മോനെ രാത്രിയില്? ഏത് സ്റ്റേഷനിൽ? ഇവിടെ വീടിന് അടുത്തുള്ള സ്റ്റേഷനിൽ നിന്നാ. 30,000 രൂപ കൊടുത്താ വിടാമെന്നാ SI പറയുന്നത്. മോനാ ഫോണൊന്ന് SI കൊടുക്ക. ആ സർ, അങ്കിളിന് സാറിനോട് സംസാരിക്കണമെന്ന്. അങ്കിൾ എങ്ങനെ, കാശുള്ള പാർട്ടിയാണോ? കടം പറയുവോ? യെസ്, SI സ്പീക്കിംഗ്. സോറി സർ. യെസ് സർ. സർ, ഗുഡ് ഈവനിങ് സർ. സോറി സർ. ഒരു സ്ത്രീയാണോ? ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നിട്ട് പണത്തിന് വേണ്ടി മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ പോലും മടിക്കാത്ത നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അവരെ അറിയാം. അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും അവർ ചെയ്യില്ല. അമ്മയ്ക്ക് മക്കളെ വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഭർത്താവിന് വേണം. പൊന്നും പണത്തിനേക്കാളും ഞങ്ങൾക്ക് വലുത് അവരാണ്. നിങ്ങൾ വാ. എന്റെ മക്കളെ നിങ്ങളെ പോലീസുകാർ വിട്ടോടാ. അവര് നിങ്ങളെ ഉപദ്രവിച്ചോ? വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങളൊരു അമ്മയല്ല. പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ കെഞ്ചിയപ്പോ ഈ സ്നേഹമൊക്കെ എവിടെ പോയി? എന്റെ മക്കളെ നിങ്ങളെ അവിടെ വിട്ടേച്ചു പോരാൻ അമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ ഈ കാണിച്ച സ്നേഹമെല്ലാം വെറും കളവാ. നിങ്ങൾ മക്കളെയല്ല സ്നേഹിച്ചത്, മക്കളുടെ പണത്തെയാ. മക്കളെക്കാൾ വലുതാണ് 30,000 രൂപ. ശ്രമിച്ചപ്പോഴും അത് വിശ്വസിക്കാതിരുന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇപ്പൊ എല്ലാം ബോധ്യായി. അന്ന് ആ പാവം പെണ്ണിനെ തല്ലിക്കൊന്ന് കുഴിച്ചുകൂടാൻ തന്നെയാ ശ്രമിച്ചത്. അമ്മയാണ് കൂട്ടുന്നു. മോനെ, നിങ്ങളുടെ അമ്മയോ? ഞാനൊരു പെണ്ണിനെ പ്രസവിച്ചില്ലേനോ? ഒരു പെണ്ണിനെ തല്ലിക്കൊല്ലുന്നത് കാണാൻ നിങ്ങളുടെ അമ്മയ്ക്ക് കഴിയോ? എന്റെ മക്കളാണ് സത്യം. ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ അച്ഛൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനുസരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അവസ്ഥ പണ്ടേ എനിക്കുണ്ടാകുമായിരുന്നു. അന്ന് പൊന്നും പണവും കൊണ്ട് മായ ഒളിച്ചോടിയെന്ന് കള്ളക്കഥ ഉണ്ടാക്കിയപ്പോ ഞാനും അത് വിശ്വസിച്ചു. അത് അങ്ങേരെ തന്നെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് കണ്ടുപിടിച്ചിട്ടും ഞാനത് ഭാവിച്ചില്ല. മക്കളെ ഇപ്പോഴും അത് എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. നേരത്തെ ദേഷ്യത്തിന് നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും
അത്ര വലിയ പാവയൊന്നുമല്ലേ അമ്മ. മായ ഇപ്പൊ എവിടെയുള്ളത്? പാവം, അവളെ എത്രയും വേഗം കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങളുടെ അച്ഛൻ ആരും അറിയാതെ ജയദേവന് വരെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഈശ്വര, വേറൊരു കല്യാണം? അത് അച്ഛനും മാത്രം തീരുമാനിച്ച പോരല്ലോ. ഈ കല്യാണം നടക്കാൻ പാടില്ല. അല്ലേ? 300 എണ്ണമുണ്ട്. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. നിൽക്കവിടെ. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച പോരെ നിനക്ക്. ഈ കല്യാണം നടക്കില്ല. നടക്കില്ലേ? അത് പറയാ നീ ആരാടാ? കല്യാണം തീരുമാനിച്ചത് ഞാനാ. ആ തീരുമാനം മാറ്റണം എന്നാ പറഞ്ഞത്. എന്നിട്ട് കോട്ടപ്പുറത്ത് ഭരതപ്പിള്ള ഇവിടെ കോട്ടുമായിട്ടോണ്ടിരിക്കണോ? അന്ന് കോട്ടപ്പുറത്ത് നിറവാടിന്റെ ഉച്ചയിൽ വെള്ളക്കാക്ക മറന്നു പറക്കും. പറക്കണോ പറപ്പിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇത്രയും കാലം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇവിടെ ജീവിച്ചു. ഇനിയും ഞങ്ങളെ വിടികളാക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ആ പാവപ്പെട്ട പെണ്ണിന് എന്താണ് ചെയ്തത് ഞങ്ങൾക്കറിയാം. ഈ വീട്ടിൽ കഴിയേണ്ട പെണ്ണാണ് അവൾ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. എടാ മക്കളെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണെന്നും ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഈ നെഞ്ചു വിരിക്കുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. അച്ചുവാക്ക് കേട്ട് നിങ്ങളിക്കണ്ട. ഇത് ഇവന്റെ സ്വന്തം കാര്യമാണ്. ഇത് തലയിടാൻ നിങ്ങൾക്കാർക്കും ഒരവകാശവുമില്ല. ഉണ്ട്. ഇതൊരു കൂട്ടുകുടുംബമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഞങ്ങൾക്കുണ്ട്. സഹദേവന പറയുന്നേ, ഈ വിവാഹം നടക്കില്ല. മോനെ ജയദേവ, അമ്മ പറയുന്നത് മോൻ കേൾക്കണം. മാധവി, നിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് നീ എടുത്തിയാടരുത്. മായ നിന്റെ ഭാര്യയാ. മിണ്ടാൻ പോലും കഴിയാത്ത ആ പാവത്തിന്റെ ശാപം നീ ഏറ്റുവാങ്ങരുത് മോനെ. എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിലാരും ഇടപെടുകയും വേണ്ട. അച്ഛനോട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, കെട്ടാൻ പറഞ്ഞാൽ കെട്ടും. നീ കെട്ടണമെന്ന് കാണണല്ലോ. കാണാനൊന്നുമില്ല. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. എങ്കിലും എന്നാ അയ്യോ അയ്യോ, എന്താ ഇത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നിങ്ങൾ തുടങ്ങിയാലോ? പ്രായത്തിന് മൂത്താളാണെന്ന വിചാരമെങ്കിലും വേണ്ടേ? പോയേ, ഒന്ന് പോകാൻ. ഇപ്പൊ മനസ്സിലായില്ലേ മക്കൾ എങ്ങനെയുള്ളവരാണെന്ന്? അച്ഛൻ എന്താ പറഞ്ഞത്? പെടക്കോഴി കൂവിയാ നേരം വെളുക്കില്ല എന്ന്. ശരിയാണ്. പക്ഷെ പെടക്കോഴി വിചാരിച്ചാൽ പൂവൻകോഴിയെ കൊണ്ട് കൂവിക്കാനും പറ്റും, നേരം വെളുപ്പിക്കാനും പറ്റും. ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ നിങ്ങളെ അപമാനിച്ച് പകരം വീട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ ഈ പെണ്ണിനെയും കൂടി അങ്ങ് പറഞ്ഞയച്ച സ്വസ്ഥായി. തിരക്കിയപ്പോ നല്ല കുടുംബക്കാര്, നല്ല വിദ്യാഭ്യാസവും ചെക്കനുണ്ട്. ഒളിവും മറവും ഇല്ലാതെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമാ പിള്ളേടേത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. വന്നല്ലോ. നമസ്കാരം. പിള്ളേരുടെ കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഒരു കല്യാണം നടത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലത കാര്യമാണോ? എന്തെല്ലാം പ്രശ്നങ്ങളാ. അതെ അതെ, ഒന്ന് തീർന്നു കിട്ടിയാലേ സമാധാനമുള്ളൂ ഞങ്ങൾക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെങ്കിലും മൂക്കിന് താഴെ കല്യാണം നടക്കുമ്പോ ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടുകാര് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ ഒക്കുവോ? അതുകൊണ്ട് വന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. അതല്ലേ അതിന്റെ ഒരു മര്യാദ. സന്തോഷായി. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ആർക്കാണ് ഇവിടെ കല്യാണം നടത്തേണ്ടത്? ചുണയുള്ളവന്മാർ ഇറങ്ങി വേണ്ട. ഈ മഹാദേവന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ലടാ പുല്ലേ. എല്ലാത്തിനെയും ഞാൻ അരിഞ്ഞു കളയും. ഇതാണോ കല്യാണം? കെട്ടുക കൊല്ലുക, കൊല്ലുക കെട്ടുക. ഇതെന്താ പിള്ളേരെ കളിയാണ്? ആരാ നിങ്ങൾക്ക് എന്താ ഇത്? ആരാ ഇയാള്? പേടിക്കാനൊന്നുമില്ല, ഇത് നമ്മുടെ ആളാ. ഓഹോ, അപ്പൊ മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കാൻ വന്നതാണല്ലേ? ആണെന്നേരെ എന്താണോ ഇത്? ഇതാണോ കുടുംബമഹിമയുള്ളവരാണ് താൻ പറഞ്ഞത്? എന്താ പിള്ള ഇത്? മറ്റൊന്നും തോന്നരുത്. ഇവനാ എന്റെ മൂത്ത മകൻ. ആ തലയ്ക്ക് സുഖമില്ലാത്ത അതെ. ഭ്രാന്താണെങ്കിൽ പിടിച്ച് കെട്ടിയിട്ടൂടെ? കണ്ടോ ഇപ്പൊ എന്തായി? അനിയന്റെ കല്യാണമല്ലേ, ചേട്ടൻ ഉണ്ടാവണമെന്ന് പറഞ്ഞ് തുറന്നു വിട്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? പിടിച്ചോ അവനെ ഏറ്റുമുട്ടിയിട്ടാ മതി. എന്നത്താനെ പൊക്കോളും. എന്താ ഞാനും ഇനി നിൽക്കുന്നില്ല. അലോഹ്യൊന്നും തോന്നരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. സാരമില്ല, സുഖമില്ലാതെ പയ്യനല്ലേ. ശരി മച്ചമ്പി, പോവാം. ചെറുക്കമ്മിറ്റിന്ന് ആരോ വന്നിട്ടുണ്ട്, നാണുവേട്ടനെ കാണണമെന്ന്. അതാരാ ഈ നേരത്ത്?
നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞാൻ സഹദേവൻ, ഉം. ജയദേവന്റെ ജ്യേഷ്ഠനാ. ഉം. മറ്റും തോന്നരുത്. അങ്ങയുടെ മകളുടെ നന്മയ്ക്ക് വേണ്ടി പറയാ. ദയവായി ഈ വിവാഹത്തിന് പിന്മാറണം. പിന്മാറാനോ? നിങ്ങൾ എന്തായി പറയണേ? അമ്മാവ, ജയദേവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. അതിലൊരു കുഞ്ഞുണ്ട്. ഓഹോ, ഇത്രേ ഉള്ളൂ. മറ്റേതോ വലിയ കാര്യം പറയാനാണെന്നാ ഞാൻ കരുതിയത്. എല്ലാ കാര്യം പിള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ ഒന്നും അറിയില്ല. സ്വന്തം ഭാര്യയെ കൊല്ലാൻ പോയി ശ്രമിച്ചത് അവൻ. അത് കൊള്ളാം. 1000 നുണ പറഞ്ഞു ഒരു കല്യാണം നടത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ലാത്ത നുണ പറഞ്ഞ ഒരു വിവാഹം മുടക്കുന്നത് ശരിയാണോ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഇത്തിരി തിരക്കുണ്ട്. ഇവിടെ അച്ഛൻ കടത്തി വെട്ടിയല്ലോ. നമ്മൾ മനസ്സിൽ കണ്ടപ്പോ അങ്ങേര് മാനത്ത് കണ്ടു. ഓക്കെ ഫ്രണ്ട്സ്, ഈ തെമ്മാടിക്കുട്ടന്റെ അവസാന ഉത്സവരാത്രിയും കഴിയുന്നു. ദേ, നാളെ മുതൽ ജയദേവൻ വിൽ ബി എ ജെം ഓഫ് എ മാൻ. ചെയ്ത് കൂട്ടിയ എല്ലാ തെമ്മാടിത്തനങ്ങൾക്കും വിട. ചിറ്റപ്പനൊരു ഫോണുണ്ട്. ഹലോ, പുതുമണവാളനെ ഉറങ്ങിയില്ലേ ഇതുവരെ? ഹായ് സുന്ദരി. എന്താ സുന്ദരി അതെ രാത്രിയില്? ഉറക്കം വരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ. കോയമ്പത്തൂരിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. സോറി സുന്ദരി, ഞാനിപ്പോ ഫുൾ ഫിറ്റാ. ഇന്നിനി ഒന്നും നടക്കില്ല. അയ്യോ, ഇന്ന് വന്നില്ലെങ്കിൽ രക്ഷയില്ല. നാളെ 10 മണിക്കുള്ള ഫ്ലൈറ്റില് ഭൂമിക്ക് പോകും. സോറി സുന്ദരി. രാവിലെ ഷാർപ്പ് 8 മണിക്ക് ഞാനങ്ങ് എത്തും. ആദ്യ രാത്രിക്ക് ഒരു ഫൈനൽ റിഹേഴ്സൽ. ഓക്കെ, ബൈ. ആ ശരി, നീ പോയിക്കോ. സുന്ദരി, ആ വാ വാ. ഇത്തവണ പുതുമാപ്പിള എന്നെ പറ്റിക്കുന്ന വിചാരിച്ചത്. എന്റെ സുന്ദരി അമ്മ വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? മുഹൂർത്ത സമയത്ത് കല്യാണ ചെറുക്കൻ എവിടെ ഇറങ്ങിപ്പോയിന്ന് ഈ എല്ലാവരും തിരക്കില്ലേ? ആദ്യ ശാന്തി മുഹൂർത്തം കഴിയട്ടെ, പിന്നല്ലേ കല്യാണ മുഹൂർത്തം. സംസാരിച്ചിരിക്കാൻ നേരമില്ല, വേഗം വിളിക്ക്. കൊച്ചു കള്ളന്റെ ഒരു ധൃതി. ആന്റണി, ഇപ്പൊ നീ എന്തിനാ വന്നേ? വെറുതെ കുഴപ്പമുണ്ടാക്കാതെ പോ. വന്നു കേറിയാ പിന്നെ വെറുതെ തിരികെ പോകാൻ പറ്റുമോ ആന്റണിക്ക്? നിർബന്ധമാണെങ്കിൽ ഞാനങ്ങ് പോവാം. അവളെങ്കിൽ വിളിക്ക്. ആരെ? സുന്ദരി മണിയുടെ കൊട്ടാരത്തിൽ ഒരു ഈച്ച പറന്നു കയറിയാൽ ഈ ആന്റണി അറിയും. ഇപ്പോൾ ഒരു പേടമാനകത്തിരിപ്പില്ലേ? വിട്ടു താ സുന്ദരി. ഇല്ല, അവളെ വിട്ടു തരുന്നില്ല. ജോർജ് കുട്ടി, ഒറ്റക്കായിട്ട് ചെക്കന്റെ ഒരു വീറ് കണ്ടോടാ. ആദ്യം ബലി കൊടുത്തിട്ട് പൂജ തുടങ്ങണോ അതോ പൂജ കഴിഞ്ഞിട്ട് ബലി കൊടുക്കണോ? ആദ്യം ബലി കൊടുക്കാം, അപ്പോഴേ പൂജ ഫലിക്കൂ. വേണ്ട ആന്റണി, സുന്ദരിയ പറയുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. നീ പോ ആന്റണി, പ്ലീസ്. ജോർജ് കുട്ടി, സുന്ദരി പറഞ്ഞാ പിന്നെ അപ്പീലുണ്ടോടാ? വിട്ടുകൊടുക്കാം അല്ലേ? തെമ്മാടിയാണെങ്കിലും ആന്റണി നെറിയുള്ളവനാണ്. നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ട. ആർക്ക് വേണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഇതിൽ തല വീണാൽ എനിക്ക്, വാല് വീണാൽ നിനക്ക്. ഓക്കെ? ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ ഇട്. സോറി കുട്ട, ഇന്ന് ദൈവം എന്റെ ഭാഗത്താ. നോക്ക്, കുട്ടം വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യ, ഞങ്ങൾ കഴിച്ചിട്ട് മിച്ചമുള്ളത് നീയും കഴിച്ചോ. സുന്ദരി, നീ എന്തിനാ നോക്കി നിൽക്കണത്? വിളിക്ക്, വിളിക്ക് സുന്ദരി. വാസന്തി, അവളെ ഇങ്ങ് വിളിക്കേ. ജോർജ് കുട്ടി, ഇത് പേടമാനല്ല, കുഞ്ഞാടാ, ഇളം കുഞ്ഞാട്.
ജോർജ് കുട്ടിയെ ചെക്കൻ കുഴപ്പമുണ്ടാക്കുന്നില്ലടാ. എടാ മോനെ, നിനക്ക് വീണത് വാലല്ലേ, തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല. മാറിക്ക. ഇവളാരെന്നറിയോ നിനക്ക്? ഇവളെന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഓ മൈ ഗോഡ്, റിയലി? എന്താ ഇത്? നീ വേണ്ടെന്ന് വെച്ച പെണ്ണല്ലേ ഇവിടെ? ഇവിടെ നിനക്കെന്തിനാ? ഇങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കി അവൾ ആ കുഞ്ഞിനെ വളർത്തട്ടെ.